അങ്ങനെ പഴുത്തു പോയിരിക്കുന്നില്ല. ഇത് പിന്നെ ഇപ്പോൾ എന്തൊക്കെ ചെയ്യുക? പരിപ്പിട്ടിൽ വെക്കാൻ വിചാരിച്ചാണ്. അതൊന്നും നടക്കില്ല. ഇനിയിപ്പോൾ വറുക്കുക തന്നെ ചെയ്യാം. ഗേറ്റ് തുറക്കുന്നത് റുബിയാണല്ലോ. എന്താ ഇപ്പോൾ ഇത്ര രാവിലെ നേരത്തെ വന്നിരിക്കുന്നത്? ഒന്നും പറഞ്ഞില്ല. എൻ്റെ ആരാ വെച്ച് നോക്കുകയാണ്. നീ എന്താ എത്ര നേരത്തെ വരുന്ന വിവരം ഒന്നും പറഞ്ഞില്ലല്ലോ? എവിടേക്കേലും പോണ വഴിക്ക് ഇങ്ങോട്ട് കയറിയതാണ് അതോ ഇങ്ങോട്ടായിട്ട് തന്നെ വന്നതാ? ഒന്നും പറയാനുള്ള നേരമൊന്നും കിട്ടിയില്ലമ്മ. എവിടേക്ക് പോകുമ്പോൾ അങ്ങോട്ട് ഇറങ്ങിയതൊന്നും അല്ല, അങ്ങോട്ടായിട്ട് തന്നെ വന്ന തന്നെയാണ്. മാത്രമല്ല അമ്മ, അസീന്താത്തയും റജിയും എല്ലാവരും വരുന്നുണ്ട്. അവരും ഉണ്ടാപ്പോ ഒക്കെ പറഞ്ഞു വെച്ചിട്ട് വരികയാണ് അല്ലേ? എൻ്റെ അടുത്ത് മാത്രം ഒന്നും വിളിച്ച് പറഞ്ഞില്ല. ശരി, പിള്ളേരിനെയും കൂട്ടായിരുന്നില്ലേ എനിക്ക്? ആ പിള്ളേരിനെയും ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നാണെങ്കിലോ? മരുമകൻ പോയാ? പിള്ളേർക്ക് സ്കൂളില്ലേ? പിള്ളേരൊക്കെ സ്കൂളിലേക്ക് പോയി. മരുമകൻ പോവുകയും ചെയ്തു. നിനക്ക് ലേറ്റ് എടുത്തേ. വട്ടയും ഇല്ല, വെളിച്ചും ഇല്ല, ഒന്നുമില്ല. അല്ലെങ്കിൽ രാവിലെ ലേറ്റേ ഇടണ്ട. ആ ജനൽ അങ്ങോട്ട് തുറന്നിട്ടാൽ നല്ല വെളിച്ചം കിട്ടും. ഇപ്പോൾ മഴ മൂടി നിൽക്കുന്നത് കാരണം ലേറ്റ് ഇടാണ്ട് പറ്റില്ല. ശരി, എന്തായാലും നീ ഇരിക്കി. ഞാനൊരു കാര്യത്തിന് ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പിന്നെ ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ട് ഇരുന്നു. അപ്പോഴേക്കും പറഞ്ഞു അസീന്താത്തയും വരാം, റജിയും വരാമെന്ന്. പിന്നെ ഞങ്ങൾ 3 പേരും കൂടി ഇങ്ങോട്ട് ഇറങ്ങിയെന്ന് മാത്രം. പിള്ളേരിനെ സ്കൂളിലേക്ക് വിട്ടാക്കി അങ്ങോട്ട് ഇറങ്ങി. കഴിക്കുകയൊക്കെ ചെയ്തു. രാവിലെ കഴിച്ചിട്ട് തന്നെയാണ് വന്നു. എന്തായാലും മരുമകനിക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കൂട്ടത്തിൽ അങ്ങോട്ട് കഴിക്കുകയും ചെയ്ത് അങ്ങനെ ഇങ്ങോട്ട് വന്നതാണ്. നിങ്ങൾ ഇരിക്കുമ്പോൾ ഞാൻ ഈ ഡ്രസ്സൊന്ന് മാറ്റട്ടെ കേട്ടോളേ. ചൂടെടുത്തിട്ട് വയ്യാന്ന്. ഡ്രസ്സ് മാറ്റിയിട്ട് വരാത്തോളേ. അവരെപ്പോഴാണ് വേണ്ട വരാ പറഞ്ഞിരിക്കുന്നത്? എത്ര മണിത്തെ ബസ്സിനാണ് വരുന്നത്? ഞാൻ ചായ വെക്കട്ടെ നിനക്ക്? ചായയും വെള്ളമൊന്നും ഇപ്പോൾ വേണ്ടമ്മ. അതുകളിപ്പോൾ വരട്ടെ. വരുമല്ലോ, അപ്പോൾ ഒരുമിച്ച് വെക്കാം. ഇനിയിപ്പോൾ എന്താ ഒരു കൂട്ടാൻ വെക്കുക? പിള്ളേരിത്തിരി നേരത്തെ വിളിച്ച് പറയണ്ടേ വരുന്ന വിവരം? 3 കൂടി ഇങ്ങനെ പറയാണ്ട് ഇങ്ങോട്ട് വന്നാൽ അവിടെ എന്താ ഉള്ളത്? ഒരു പച്ചക്കറി ഇല്ല, ഒരു ഇതും ഇല്ല. ആ മീൻകാരൊക്കെ പോയില്ലേ ഇവണ്ണേ? എത്ര നല്ല നല്ല മീനാണെന്ന് വന്നത് ഒക്കെ പോയില്ലേ? ഇപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്? ഇനി ആ ഇസ്മായിലിനെ വിളിച്ച് പറയട്ടെ, ഇത്തിരി ഇറച്ചി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയട്ടെ. അല്ലാണ്ട് ഇപ്പോൾ എന്താ ചെയ്യുക? പിള്ളേർ ചെയ്യണ ഓരോ കാര്യങ്ങൾ ഒക്കെ പെട്ടെന്ന് അങ്ങോട്ട് തീരുമാനിക്കും. ഒക്കെ കൂടി അങ്ങോട്ട് കയറി ഇങ്ങോട്ട് വരികയും ചെയ്യും. ഒക്കെ കൂടി ഇടിഞ്ഞു പൊളിഞ്ഞും കൊണ്ട് ഇങ്ങോട്ട് വേഗം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം എന്താ ചെയ്യുക? ഇവിടെ ഉണ്ടോ വല്ല സാധനം വെക്കാൻ വേണ്ടിയിട്ട്? ഞാൻ ഇത്തിരി മുരിങ്ങയൊക്കെ പൊട്ടിച്ചിട്ട് വെക്കാൻ വിചാരിച്ചിരുന്നതാണ്. ശരി, എന്തെങ്കിലും ചെയ്യാം അപ്പോൾ. അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക? അവിടെ എന്താ ഉബിയേ? ഉമ്മാക്കും മാപ്പയൊക്കെ സുഖമായിരിക്കണ? കുഴപ്പമൊന്നുമില്ലല്ലോ? അവർക്ക് എന്താ കുഴപ്പം? അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. ഒക്കെ സുഖമായിരിക്കണം. പിന്നെ നാത്തുവിൻ്റെയോ? നാത്തുവിൻ്റെ കൊണ്ട് കല്യാണം ഉറയ്ക്കാൻ പോകണമെന്നാ എന്തൊക്കെയോ പറയണ കേട്ടല്ലോ. ഉറച്ചാ? കുട്ടീൻ്റെ കല്യാണം ഉറച്ചാ? അത് ചിലപ്പോൾ ഉറക്കും തോന്നുന്നു. ഉറക്കണ പോലെയൊക്കെ ഉണ്ട്. ഇപ്പോൾ എന്താ ചെയ്യുക? നല്ലതൊക്കെയാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഉറപ്പിച്ച് വിടുക തന്നെ. അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക? ഒരുവിധം തരക്കെടില്ല നോക്കുക. പിന്നെ ഇപ്പം എല്ലാം നോക്കിയിട്ട് നമുക്കിപ്പോൾ ഒന്ന് ഇതാക്കണം പറഞ്ഞാൽ നടക്കുമോ? ഒരുവിധം കുഴപ്പമില്ല. ചക്കയ്ക്ക് നല്ല പണിയും ഉണ്ട്, ഒരു കുഴപ്പമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുക്കുക തന്നെ. നോക്കി നോക്കി ഇരുന്നിട്ട് ഒന്നും ഒക്കാണ്ട് ആ കുട്ടി ഇങ്ങനെ വയസ്സും കൂടിയിട്ട് ഇരുന്നിട്ട് വല്ല കാര്യമില്ല. ഉറക്കണ പോലെ ഉണ്ട് അല്ലേ? ശരി, നീ എന്തായാലും ആ ഫോൺ ഇത്തിരി എടുക്ക്. ആ ചെക്കനെ വിളിച്ചിട്ട് ഇത്തിരി അച്ചുകൊണ്ട് വരാൻ പറയാൻ വെച്ചിട്ട് വിളിക്കാൻ വേണ്ടിയിട്ട് എടുക്കോട്ടെ. ഇനിയിപ്പോൾ അതിൻ്റെ നമ്പർ ഇതൊന്ന് തിരഞ്ഞെടുക്കാം. എന്നിട്ട് കുട്ടി ഇതൊന്ന് ആ ഇസ്മായിൽ ഒന്ന് എടുത്തതാ. എന്നാ കൊണ്ടാന്ന്. ഇസ്മായിലേ, ഇവിടെ ഒരു കോഴി കൊണ്ടുപോകാട കുട്ടിയെ. കറി കഷ്ണം തന്നെ കൊണ്ടുപോയോട്ടാ. ശരി. ആ പെണ്ണ് 11:15 ബസ്സിന് എത്തിയിട്ടുണ്ടാവും സ്കൂളിൽ. അവള് 11:15 തന്നെ വന്നിട്ടുണ്ടാവും. കുട്ടികളെയൊക്കെ പറഞ്ഞയച്ചിട്ട് വരുന്നു എന്നാണ് പറഞ്ഞത്.
അവള് വന്നതാ. വൈകിട്ട് 4:30 തന്നെ പോകണം കേട്ടാ. ആ ബസ് വിട്ടുവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടു കാര്യം. മഴയും പെയ്താ പിന്നെ നന്നായി. പിള്ളേർ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും അങ്ങോട്ട് എത്തും വേണം. ആദ്യം നടക്കും ഇങ്ങോട്ട് വീട്ടിക്ക്. ആ പിള്ളേര് വന്നോട്ടോളിമ്മ. ഓ വന്നാ ശരി. മാ മാ വരും പിള്ളേരെ വരി. എന്താ ഇത്ര നേരം വരുന്നു എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ തലേ ദിവസം വിളിച്ച് പറയുക. അതാ ഞാൻ ഈ പെണ്ണിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വരികയാണെങ്കിൽ ഇത്തിരി നേരത്തെ കാലത്ത് ഇങ്ങോട്ട് വന്നൂടെ നിങ്ങൾക്ക്? വരി കയറി ബാക്കിയൊക്കെ ഉള്ളിൽ ഇരുന്നിട്ട് പറയാം. വരി ഇങ്ങോട്ട്. നീ ഏത് ബസ്സിന് വന്നിട്ട് 15 ബസ്സിന് വന്നു അല്ലേ? ഞാൻ 15 ബസ്സിന് മുന്നേ വന്നു. അല്ലാണ്ട് അത് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൂങ്ങി തിരിഞ്ഞ് വരണം. എനിക്കൊന്നും വയ്യ. ഇതിപ്പോൾ അവിടെ വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇറങ്ങാം. ഞാൻ അതിൽ വന്നു. നീ നേരത്തെ വന്നൂടി. നീ വന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിരിക്കണോ? ഞങ്ങൾ മാറ്റാനും ഡ്രസ്സൊന്നും കൊടുത്തില്ല. ഇനിയിപ്പോൾ വന്ന് ഡ്രസ്സ് മാറ്റി ഇനി വൈകുന്നേരം 4 ആകുമ്പോഴേക്കും അങ്ങോട്ട് കുത്തി പുറപ്പെടുമ്പോഴേക്കും നേരം ഉണ്ടാവും. ഞങ്ങൾ അതൊന്നും മാറ്റണമൊന്നുമില്ല. അങ്ങനെ തന്നെ ഇരിക്കുന്നത്. ഇട്ടിട്ട് എനിക്ക് ഇട്ട ചുരിദാറിട്ട് വൈകുന്നേരം വരെ ഇരിക്കണ്ടേ? എനിക്ക് എന്തോ പോലെ ഉണ്ടാവും. ഞാൻ വന്നിട്ട് മാറ്റി പോകുമ്പോൾ മാറ്റാൻ. സുഖമല്ലേ നിങ്ങക്ക്? ചെക്കനാവും വിളിച്ചാ? എന്നെപ്പോൾ കുറേ ദിവസമായിട്ട് വിളിക്കണേ ഇല്ല. മരുമകൻ എപ്പോഴും പറയണേ ചെക്കൻ വിളിക്കണേ ഇല്ല കുറേ ആയിട്ട് എന്നുള്ളത്. ചെക്കൻ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വിളിച്ചുകൂടെ? ഇപ്പോൾ സുഖമായിട്ടൊക്കെ അങ്ങനെ പോണു. വയ്യ പറഞ്ഞിട്ട് ഇപ്പം എന്താ കാര്യം? ഇവിടുത്തെ കാര്യമൊക്കെ ചെയ്യാൻ ഇപ്പം ഞാനില്ലാണ്ട് വേറെ എന്താ കാര്യം? വയ്യ പറഞ്ഞിരുന്നൊക്കെ നടക്കും. കൂട്ടുവേദനയും കാലുവേദനയും എല്ലാം ഉണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. ഓ അവൻ ഇന്നലെ വൈകുന്നേരം വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനിപ്പോൾ എന്താ? അപ്പോൾ അവൻ വിളിച്ചില്ല പറഞ്ഞിട്ട് ഇപ്പോൾ താക്കാനുള്ളത്? അവൻ വിളിച്ചില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അങ്ങോട്ട് വിളിക്കണം. എല്ലാവരുടെയും കയ്യിൽ ഫോണില്ലേ? നെറ്റും ഉണ്ട്. നെറ്റില്ലാത്ത വല്ല ഫോണും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് വിളിക്കാമല്ലോ. വിളി കണ്ടില്ല പറഞ്ഞാൽ അങ്ങോട്ട് എന്താണെന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അങ്ങനെ തന്നെ എല്ലാവരും വേണ്ടത്. ഇത് ഗൾഫിൽ പോയ ആളെന്നെ അങ്ങോട്ട് വിളിക്കണം പറഞ്ഞിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നടക്കുന്ന കേസാണ്. കണ്ടില്ലെങ്കിൽ നാട്ടിലുള്ളവർ ഇപ്പോൾ അങ്ങോട്ടും വിളിക്കുക. പണ്ടത്തെ പോലെ ഇങ്ങനെ സെക്കൻഡ് ആകുമ്പോഴേക്കും പൈസ പോകണതൊന്നും ഇല്ലല്ലോ. മകനെ പറഞ്ഞപ്പോൾ ഉമ്മാക്ക് ദേഷ്യം വരുന്നുണ്ടോ മൂപ്പി? അപ്പോ 3 പെൺകുട്ടികളുടെ ഇടയിൽ ഒരു ആൺകുട്ടിയല്ലേ ഉള്ളൂ. അപ്പോൾ ഇക്കാനെ പറയുമ്പോൾ ഉമ്മാക്ക് പൊള്ളൂടി താത്ത. ആരെ പറഞ്ഞാലും എനിക്ക് പൊള്ളും. എന്താ നിങ്ങൾ എൻ്റെ മക്കളല്ലേ? അതും ഇതും പറയാണ്ട് ഇരിക്കും പിള്ളേരെ. ഞാൻ നിങ്ങൾക്ക് ചായ ഇട്ടിട്ട് വരാം കേട്ടാ. അവിടെ ഇരിക്കും. നിൽക്കുന്നുമ്മാ, ഞാൻ വെക്കാം ചായ. മാ ഞാൻ വെക്കാട്ടോളേ. എന്നാ പിന്നെ ഇത്തിരി വെക്കി. എനിക്ക് ഇത്തിരി മധുരം കുറച്ച് കേട്ടാ. ഷുഗർ ചെക്ക് ചെയ്തപ്പോൾ ഇപ്രാവശ്യത്തിൽ കൂടുതലാണ്. ഇത്തിരി കുറയ്ക്കുന്ന പറയുന്നത്. ഒന്നും തിന്നണമൊന്നും ഇല്ലടി കുട്ടി. എവിടെന്നാ ഈ ഷുഗർ ഇങ്ങനെ കയറി വരുന്നതെന്ന് പഠിച്ചവനിക്ക് തന്നെ അറിയുള്ളൂ. ഇതെന്താ അത്? ഷുഗർ തന്നെ. അതെങ്ങനെയാ ഈ സാധനം വരുന്നാവും? പറയുമ്പോൾ ആ ബക്കറ്റിൽ എന്തെങ്കിലും തിന്നാനുണ്ടോ നോക്കടി. ആ മുൽക്കോ പൊക്കവിടെ എന്തൊക്കെയോ കാണണം തോന്നുന്നു. ആരെവിടെ തിന്നാന്? അടക്ക തണുത്തു പോയോ എന്തോ? അതും കൂടി നോക്ക് കേട്ടാ. അതും കൂടെ എടുക്ക്. ശരി, നോക്കട്ടെ. നിന്റെ നല്ല രസമുണ്ട് താത്ത ചുരിദാറ്. ഇപ്പം എടുത്താണ് നന്നായിട്ട് കേട്ടാ. കളറും ഒക്കെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എന്താ വില? ഇതിപ്പോൾ കഴിഞ്ഞ പെരുന്നാളിനെടുത്താടേ 450 രൂപയോ അത്രയോ ആണ്. അവിടെ ഒരാൾ വിൽക്കാൻ വരുവേ അടുത്തേ വണ്ടിയും കൊണ്ട്. അയാളുടെ അടുത്താണ്. നന്നായിട്ടാ. ആ ചക്കൻ ഇറച്ചി കൊണ്ടുവന്ന് തോന്നുന്നു. നിൽക്കിട്ടാ, ഞാനത് വാങ്ങിച്ചിട്ട് വരാം.
എത്രയാണ് ഇസ്മായിലേ? 550. ഓ, വിലയൊക്കെ ഒത്തിരി കൂടുതലാണ് ഇല്ലേ ഇപ്പോൾ? എന്താ ചെയ്യാ? ശരി, കൊണ്ട. ശരി, പൈസ കൊടുത്തു വിടാം കേട്ടാ. ശരി എന്നാ. ഓ ശരി എന്നാ ഇത്തിരി നെയ്ച്ചോറ്റിൻ്റെ അരി ഇട്ട് തോന്നണു അവിടെ. നോക്കട്ടെ കേട്ടാ. അത് വിട്ട് ഇത്തിരി നെയ്ച്ചോറും വെച്ച് ഇതേ കോഴി ഇങ്ങനെ ഉണ്ടാക്കി. അല്ലാണ്ട് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ തന്നെ ഉണ്ടാക്കിക്കോളി. ഞാൻ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഏത് കാലത്താണ് ഇതൊക്കെ വെച്ചാകണത്? നിങ്ങൾ തന്നെ ഉണ്ടാക്കിക്കോളി. ശരി, നോക്കട്ടെ ഉണ്ടോന്ന്. അരിയുണ്ട്, വെക്ക്. ഈ വന്നതും ഈ 4:30 ബസ്സിനൊക്കെ നിങ്ങൾക്ക് പോകണം, 4:30 ബസ്സിന് തന്നെ പോകണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാ ഇപ്പോൾ ഈ ഓടിപ്പിടിച്ച് ഇങ്ങനെ ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നത്? ഒക്കെ 2 ദിവസം സ്കൂൾ ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടികളിൽ നിന്ന് വിളിച്ചോണ്ട് വന്ന് 2 ദിവസം ഇരുന്നിട്ട് അങ്ങോട്ട് പൊയ്ക്കൂടെ? ഇപ്പോൾ ഓടിപ്പടഞ്ഞ് വന്ന് പറഞ്ഞ് ഒരുപടി പറ്റും തിന്നുമ്പോഴേക്കും പോകാനുള്ള സമയമായി. പിന്നെ ഇപ്പം എന്താ ചെയ്യുക? അപ്പം ഇതിന് മെല്ലെ ആക്കം പോലെയൊക്കെ വന്നൂടെ നിങ്ങൾക്ക്? ചക്ക ഉണ്ടാകുമ്മ പ്രാവശ്യം നേരാവണ്ണ ചക്കയെ തിന്നിട്ടേ ഞാൻ. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ കൊടുത്തുവിട്ട 2 ചക്കയും അങ്ങനെ കേട്. കുറച്ച് തന്നെ ചുള കിട്ടിയുള്ളൂ. അതിൽ പിള്ളേർ ഈരെണ്ണം കൊടുത്തിട്ട് പോകുമ്പോൾ അത് കഴിഞ്ഞു. അവിടെയൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് താത്ത. ചക്കയൊക്കെ നല്ലോണം കഴിക്കും. എനിക്കൊന്നും ചക്കയൊന്നും വേണ്ട കേട്ടാ. അവിടെയൊക്കെ കിട്ടും. ആ പിള്ളേരൊന്നും തിന്നൂല്ല. ആടി, ആ പിള്ളേരൊന്നും തിന്നില്ല. 1-2 ഇതാക്കിയും കൊണ്ട് അങ്ങനെ ഇതാക്കും. പിന്നെ ഇപ്പം അപ്പുറത്തു നിന്നൊക്കെ കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം. വെറുതെ ഞാൻ 1/2 മണിക്കൂർ മെനക്കെട്ട് നേരാക്കണം. നേരാക്കി കഴിഞ്ഞാൽ 1-2 പീസ് എടുത്തുകൊണ്ട് അവരുടെ പാട്ടിന് പോകും. ചക്കയൊന്നും എനിക്ക് വേണ്ടപ്പാ. അല്ലെങ്കിൽ ഈ എരി താങ്കിൻ്റെ അരിയൊക്കെ കൊണ്ടുപോയി എനിക്കൊന്നും വയ്യപ്പാ. ചക്കയൊക്കെ ഉണ്ട് തോന്നുന്നു. 1-2 മറ്റുണ്ട് തോന്നുന്നു. അത് അത്രയും മുകളിലല്ലേ പിടിച്ച് നിൽക്കുന്നത്. എന്താ ചെയ്യുക? അത് ഇറക്കാനും ആളില്ല. പിന്നെ ഇപ്പം എന്താ വെച്ചാൽ ചക്കയൊക്കെ 1-2 ഉണ്ട്, അതന്നെ ഉള്ളൂ. കുറേ എണ്ണം കേടായും പോയി. മഴ പെയ്ത് 1-2 ഉണ്ട്. അങ്ങനെയെങ്കിലും ഇട്ടിട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ കൊണ്ടുവയ്ക്കുള്ളൂ. എനിക്ക് ചക്കയും മാങ്ങയും ഒന്നും വേണ്ട. തേങ്ങയുണ്ടമ്മ? തേങ്ങയേ ഇല്ല വീട്ടിൽ. ഇപ്പോൾ ഞാൻ ഒരു കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങ 33 രൂപയാണ്. 35 രൂപ കൊടുത്തിട്ട് ഒരു തേങ്ങ വാങ്ങിച്ചത്. എന്താ തേങ്ങയ്ക്ക് ഒരു വിലയാണ്. അപ്പോൾ പൊള്ളണ വിലയാണ് തേങ്ങയ്ക്ക്. എനിക്ക് തേങ്ങ ഉണ്ടെങ്കിൽ ഒരു 5-6 തേങ്ങ തരും. തേങ്ങയൊക്കെ ഉള്ളതൊക്കെ ആട്ടിയിട്ട് കിട്ടി. തേങ്ങ ഇപ്പം 8-10 ഉണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് തന്നു കിട്ടു വെച്ചപ്പോൾ ഞാൻ ഇവിടേക്ക് ഇപ്പം എന്താ ചെയ്യുക? തേങ്ങയുള്ളതിനെയൊക്കെ ആട്ടും ഇതാക്കുകയും ചെയ്തു. ഇപ്പോൾ ഇടാനും ഒരാളിനെ കിട്ടണ്ടേ നേരം പോലെ. വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മമാർക്ക് എന്താ ഒരു ക്രാക്കിയിടും. ചക്കന്മാരിനെ വിളിച്ചാലേ വരുന്നില്ല. ഇപ്പോൾ ഒക്കെ തെങ്ങുകായറ്റക്കാരെ കാലത്ത് നിർത്തി തോന്നുന്നു. അവർക്കാണ് ഇപ്പോൾ വല്ലാത്ത ഡിമാൻഡ്. എണ്ണയുണ്ടെങ്കിൽ തന്നോളിട്ടുമ്മ. ആട്ടി എണ്ണയല്ലേ. ഇത്തിരി എണ്ണ കാച്ചാൻ വെച്ചിട്ടേ അങ്ങനെ മുടിയൊക്കെ കൊഴിയ തന്നെ. എന്താന്നേ അറിയില്ല. ഇപ്പോൾ എത്രയാ മുടി കൊഴിഞ്ഞു പോകണം അറിയോ? ഇത്തിരി എണ്ണ കാച്ചി വെക്കാൻ എന്തായാലും. നീയും കൊണ്ടുവയ്ക്കടി. ഇവിടെ ഉണ്ടാവുമല്ലോ, എണ്ണ ഉണ്ടാവും. വലിയ കാച്ചി നല്ല വളരുമടി, മുടിയൊക്കെ വരും. എനിക്ക് തേങ്ങയായിരുന്നു ആവശ്യം. ഇനിയിപ്പോൾ എണ്ണയെങ്കിൽ എണ്ണ ഒരു കുപ്പി തന്നോളി. ഞാനും കാച്ചട്ടത്തിരി. നിനക്ക് വേണ്ടേ മൂവി? നീയും കൊണ്ടുവയ്ക്കോ? ഞങ്ങൾക്ക് 3 ആൾക്കും ആക്കിയിട്ടോളിമ്മ ഓരോ കുപ്പി എണ്ണ. അടുത്ത ആഴ്ച എനിക്കൊരു കല്യാണം ഉണ്ടെന്ന്. നമുക്ക് ഇട്ടിട്ട് പോകാൻ മാലയേ ഇല്ല. എൻ്റെ മാലയൊക്കെ പണയത്തിലല്ലേ, എടുത്തിട്ടും ഇല്ല. എങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട് പോവുക? നിങ്ങളുടെ ആ ചെറിയ മാലയില്ലേന്ന് അത് തരുന്ന ഞാൻ കഴിഞ്ഞിട്ട് കൊണ്ടുവരാമല്ലോ. എനിക്ക് താത്താനത്ത് കൊണ്ടുവരാൻ പറയാമല്ലോ. പറഞ്ഞാണെങ്കിൽ താത്ത കൊണ്ടുവന്നുണ്ടാവില്ലേ? എൻ്റെ അടുത്ത് നീ പറയായിരുന്നില്ലടി. ഞാൻ വരുമ്പോൾ കൊണ്ടുവരില്ല. അപ്പോൾ നിൻ്റെ അടുത്ത് പറയുകയൊക്കെ ചെയ്യരുത് താത്ത. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുവരും വേണ്ടേ? എത്ര നേരം ബസ്സിൽ ഇരുന്നിട്ട് വേണം അവിടേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇവിടെ ആകുമ്പോൾ 15 രൂപ മുടക്കി അമ്മക്ക് തിരിച്ചുകൊണ്ട് കൊടുക്കാം. അല്ലെങ്കിൽ വരുമാൻ പോകുന്ന സമയത്ത് വരുമാൻ്റെ അടുത്ത് കൊടുത്തു വിട്ടാലും മതി. ഇപ്പോൾ ഒരു ദിവസം പണിയാണ് നിൻ്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അതും ശരി തന്നെ കേട്ടോ. അതിനിപ്പോൾ എന്താണ്, തരാലോ, കൊണ്ടുവയ്ക്കാം. അത് ചെറിയ മാലയല്ലേ, അത് ഇട്ടിട്ട് പോയിട്ട് എന്താ വാനാണ് എനിക്ക്. ശരിട്ടോളി വന്നാ ഞാൻ പറഞ്ഞട്ടെ. വരാട്ടോളി, ഒരുപാട് ഒരു ദിവസം വരാം. ഓ, പറയും പോലെ ഞാൻ ഇത്തിരി കറുവേപ്പില പൊട്ടിച്ചില്ലാത്താ. നിൽക്ക് കിട്ടാത്താ, ഞാനിപ്പോൾ വരാ. ഓ, അവിടെയും കറുവേപ്പില ഇല്ല. ഇത്തിരി താടി വെച്ച് കറുവേപ്പില താടി. ഇതെന്താ ഇത്തിരി ഇത്തിരി താടി. ശരി തോന്നിന്നാ.
ശരിട്ടോളേ ഈ പാടിയാ ബസ് പോകും. ശരിയും വന്നാ പോയിട്ട് വരാം. ഒക്കെ നോക്കിയിരിക്കട്ടോളേ. ശരി എന്നാ എല്ലാവരും എടുത്തു. ഒക്കെ ശരി നോക്കി പോകിട്ടോളേ. അവിടെ എത്തിയിട്ട് വിളിക്കി. ഓ എത്തിയതും വിളിക്കി. വേഗം പോയി പിള്ളേരെ ബസ് പോവോ എന്തോ. 13 ഉറുപ്പ്യ 20 ഉറുപ്പ്യ ചിലവാക്കി ഇപ്പോൾ വന്നിട്ട് എന്താ ഇവർക്കിപ്പോൾ ഉള്ള നഷ്ടം. ലോഡ് കണക്കിന് സാധനമായി അങ്ങോട്ട് പോയി. വീട് കോൺക്രീറ്റ് ആയതുകൊണ്ട് രക്ഷ, അല്ലെങ്കിൽ അതിനെയും കൂടി പിള്ളേർ പൊക്കിയിട്ട് പോയേനെ. കൊണ്ടുപോട്ടെ, അവർക്കിപ്പോൾ നമ്മുടെ ഇവിടെ നിന്നല്ലാണ്ട് പാരാ കൊടുക്കുക. ഒക്കെ എൻ്റെ കാലം ഉള്ളിടത്തോളം ഒക്കെ കൊണ്ടുപോകും. ഇപ്പം എൻ്റെ കാലമൊക്കെ കഴിഞ്ഞാൽ അതുകളൊക്കെ വരവും പോക്കൊക്കെ കണക്ക് തന്നെയല്ലേ.